ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് ബൈക്കിലെ ഓയിൽ ലീക്കിനെ കുറിച്ചാണ്. ഓവർഫ്ലോ കാരണം എൻ്റെ പെട്രോൾ ലീക്കാവുന്നു. അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. വർക്ക്ഷോപ്പിൽ വന്നപ്പോൾ വർക്ക്ഷോപ്പ് തുറന്നിട്ടില്ല. അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോയാണ് ഇന്നത്തേത്. അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു വീഡിയോയാണ്. ആവശ്യമുള്ളവരൊക്കെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. 3 സാധനങ്ങൾ കയ്യിൽ കരുതണം. സ്പാനർ, പിന്നെ സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ, മൈനസിൻ്റെ ഒരു സ്ക്രൂ ഡ്രൈവർ. ഓക്കെ, ഓരോ തേനീച്ചയും തേൻ എങ്ങനെ കുടിക്കുന്നോ അതിൻ്റെ വളരെ എളുപ്പം നോക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ വർക്ക്ഷോപ്പില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. സൺഡേ ആണ്. അപ്പോൾ നമുക്ക് വാഹനം മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ചെറിയ ഒരു പൊടിക്കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാഹനം എടുത്തുകൊണ്ട് അടുത്ത സ്ഥലത്തേക്കൊക്കെ പോകാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സുകളാണ്. ആവശ്യമുള്ളവർ ഇത് സേവ് ചെയ്ത് വയ്ക്കുക. Light up the night, electric hearts in a city so bright. ഈ വാഹനത്തിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന്, അതായത് സുസുക്കി ജിക്സർ SF ആണ് ഈ വാഹനം. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്താണെന്ന് ഞാൻ ഒന്നും കൂടി വിശകലനം ചെയ്ത് കാണിച്ചു തരാം. ഇത് ഓൺ ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വാഹനത്തിൻ്റെ പെട്രോൾ ലീക്കാവും. അതെ, അതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. പെട്രോൾ പോകണ കണ്ട, ഇതാണ് ഓവർഫ്ലോയുടെ കംപ്ലൈൻറ്റ്. അതായത് എൻജിനിലോട്ട് കറക്റ്റ് പ്രോപ്പർലി പെട്രോൾ പോകുന്നില്ല, കടന്നു പോകുന്നില്ല. അപ്പോൾ ഓവർഫ്ലോ, അതായത് ഇതിൻ്റെ ആക്സിലേറ്ററിലുള്ള കംപ്ലൈൻ്റാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതെങ്ങനെ നമുക്ക് പരിഹരിക്കാമെന്ന് നോക്കാം. ആദ്യം പെട്രോളിൻ്റെത് ഓഫ് ചെയ്യാം. പെട്രോളിൻ്റെത് ഓഫ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ പെട്രോൾ നഷ്ടപ്പെടും. ഇതൊന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് വേണമെങ്കിൽ നോക്കാം, കുഴപ്പമില്ല. ഗിയറിൽ കിടക്കുകയാണ് വണ്ടി. മനസ്സിലാകുന്നതിന് വേണ്ടി വേണമെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഓണാണ്, കണ്ടോ? വണ്ടി സ്റ്റാർട്ടാവുന്നില്ല, കണ്ടോ? അപ്പം വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാവുന്നില്ലെന്ന് മനസ്സിലായില്ലേ? ഇനി ഇത് നമുക്ക് എങ്ങനെ ശരിയാക്കാമെന്ന് നോക്കാം. പെട്രോളിൻ്റെ അത് ഓഫ് ചെയ്ത് വയ്ക്കാം. ആദ്യം എന്ത് ചെയ്യണം? ആദ്യം തുറക്കണം. സീറ്റ് കവർ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സ്ക്രൂവിനെ നമുക്ക് ആദ്യം ഔക്കണം. അത് കഴിഞ്ഞ് ഈ സ്ക്രൂ മുഴുവനായിട്ട് 3 സ്ഥലങ്ങളിൽ സ്ക്രൂ ഉണ്ട്. അത് 3 എന്ത് ചെയ്യണം? അകത്ത് മാറ്റണം. ഈ ബോർഡിനെ സെപ്പറേറ്റ് ആക്കി എടുക്കേണ്ടതുണ്ട്. കണ്ടോ? ഇത് തുറന്ന് കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഈ സംഭവമാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇത്തവണ പണി തന്നിരിക്കുന്നത്. നോക്കാം. ഇതിനെന്തെങ്കിലും ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവും. അല്ല എങ്കിൽ വർക്ക്ഷോപ്പിൽ തന്നെ പോകേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം ഇന്ന് വർക്ക്ഷോപ്പ് ഇല്ല. അപ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കണം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. ഇതാണ് ഓവർഫ്ലോയിൽ എന്ത് ചെയ്യുന്നത്, പെട്രോൾ അധികമായി വരുന്നതിനെ പുറന്തള്ളുന്നത്. ഇത് എൻജിനിലോട്ട് പെട്രോൾ കടന്നു പോകുന്നില്ല. അങ്ങോട്ട് എൻജിനിലോട്ട് പോയാൽ മാത്രമേ വണ്ടി കണ്ടീഷനിൽ നിൽക്കുകയുള്ളൂ. നമുക്കൊന്ന് നോക്കാം. ഇതാണ്ട് ഇത് വന്നിട്ട് ഇതൊന്ന് ലൂസ് ചെയ്യുകയും ഒന്ന് ടൈറ്റ് ചെയ്യുകയും ചെയ്യുക. എന്നിട്ട് ഈ കണ്ടില്ലേ, ഈ വയറ് ആണ് വിഷയം. ഈ വയറ് എങ്ങനെയൊക്കെ പോകുന്നു ആക്സിലേറ്ററിലാണ് എത്തുന്നത്. ഇതാണ് ഇവിടെയാണ് എത്തുന്നത്. അപ്പോൾ ശബ്ദം കണ്ടോ, ഇവിടെ കണ്ടോ ചലിക്കണം കണ്ട. അപ്പോൾ ഇതിനെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയും അത് കഴിഞ്ഞ് ഈ ആക്സിലേറ്റർ ഒന്ന് മൂവ് ചെയ്യുകയും ചെയ്യുക. ഒന്ന് മൂവ് ചെയ്ത് അതിലേക്ക് പോകുന്ന വയറിനെ എന്ത് ചെയ്യുക, നല്ല സെറ്റാക്കി വെക്കുക. അപ്പോൾ ഈ ലൂസായി കിടക്കുന്നതിനെയൊക്കെ എന്ത് ചെയ്യുക, നല്ല കണക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നല്ല ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക.
പ്ലെയർ എടുത്തിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് ആക്സിലേറ്റർ ഇതിലൊന്ന് ലൂസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതാണ് നമ്മളുടെ പവർ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന സാധനം. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ചിലപ്പോൾ ശരിയാവും, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കരട് കയറുകയോ അങ്ങനെ എന്തെങ്കിലും പണിയായിരിക്കും. എങ്കിലും സൂക്ഷിക്കണം. എങ്കിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതൊക്കെ ഇളക്കി ശരിയാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് തൽക്കാലത്തേക്ക് കിട്ടുന്ന ഒരു നമ്പർ മാത്രം. സുഹൃത്തുക്കളെ, വാഹനം എങ്ങനെയാണ് ഓണായതെന്ന് നോക്കൂ. ഇപ്പോൾ പെട്രോൾ ഓവർഫ്ലോ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഓയ് സുഹൃത്തുക്കളെ, പെട്രോളൊന്നും ലീക്കില്ല. ശരിയായി കഴിഞ്ഞേ. സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. ഇതുപോലെയൊക്കെ നല്ല നല്ല വീഡിയോസുകളൊക്കെ. ഇനി അത് കഴിഞ്ഞ് ആക്സിലേറ്ററും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കണം. കണ്ടില്ലേ, ഇങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ സൗണ്ട് കണ്ടില്ലേ, ആ സൗണ്ട് ഭയങ്കരമായ സൗണ്ട്. അപ്പോൾ അത് ഇതിനെ ലൂസാക്കി ഈ നെട്ടിനെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് വെക്കുമ്പോൾ നൈസായിട്ട് ആക്സിലേറ്ററൊക്കെ സാധാരണ വരാം. പക്ഷേ പെട്രോൾ ലീക്ക് ഉണ്ട് എങ്കിൽ എന്ത് ചെയ്യണം, അല്പം ആക്സിലേറ്റർ കൂട്ടി വയ്ക്കുക. എന്നിട്ട് വർക്ക്ഷോപ്പിൽ പോയിട്ട് പതുക്കെ ബാക്കി ഫോളോ അപ്പ് അവർ പറയുന്നത് പോലെ ചെയ്താൽ മതി. അത്യാവശ്യം പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എടുത്തുകൊണ്ട് പോവാം. ഓക്കെ, കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. താങ്ക് യു.